ഹലോ എവരിവൺ. അങ്ങനെ പാക്കിംഗ് ഒക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. നമ്മൾ എല്ലാതും എടുത്ത് വണ്ടിയിൽ കയറ്റി വിടാൻ പോവാണ്. ഇത്രയും സാധനങ്ങളുണ്ട്. ഇതൊരെണ്ണം കൂടി പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ബേണറൊക്കെ എടുക്കുകയാണ്. നമുക്ക് അലങ്കോലായിട്ടിരിക്കണേ. കിച്ചൺ ഫുള്ള് സാധനങ്ങളൊക്കെ പോയി, എല്ലാം ചാക്കിലാക്കി. ഇത്രയും സാധനങ്ങള് ഒക്കെ കൊണ്ടുപോകാനുള്ളതാണ്. ഇതൊക്കെ നമ്മള് ഇപ്പൊ ബസ്സില് കയറ്റി വിടാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാതും കയറ്റി അയക്കായി. എല്ലാതും ഇപ്പൊ ലിഫ്റ്റിലാക്കി താഴെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാതും ഇനി ഓട്ടോറിക്ഷയിൽ കയറ്റി നമ്മള് ബസ്സിൽ കയറ്റി വിടാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബസ് തൃശ്ശൂർ വഴി എറണാകുളത്താണ് ലാസ്റ്റ് സ്റ്റോപ്പ്, ഹൈദരാബാദിൽ നിന്ന്. അപ്പോൾ അവിടെ ഇറക്കും. പിന്നെ അവിടെ നമ്മുടെ വെല്ലിച്ചനൊക്കെ വന്ന് അതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ കൊണ്ടുപോകും. നമ്മളിപ്പോൾ ഉപ്പർപ്പള്ളി എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് രാജേന്ദ്ര നഗർ അവിടെ നിന്നുള്ള ബസ്സിലാണ് സാധനങ്ങളൊക്കെ കയറ്റി വിടുന്നത്. സാധനങ്ങളൊക്കെ കയറ്റി വിട്ടു. നമ്മളിപ്പോൾ ഒരു ജില്ല തന്നെ മാറിയൊരു സ്ഥലത്തേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2 മണിക്കൂർ ഏകദേശം എടുത്തു. വഴി നല്ല ചുറ്റി വളഞ്ഞിട്ടുള്ളൊരു വഴിയായിരുന്നു. പിന്നെ അതാ നമ്മളിപ്പോൾ റിട്ടേൺ അടിക്കുകയായി. അപ്പോൾ ഒരു 12 മണി കഴിഞ്ഞു. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി അവിടെ നിന്ന് ഉണ്ട് 1 മണിക്കൂർ കൂടി ഉണ്ട് നമ്മുടെ സ്ഥലത്തേക്ക് എത്താൻ. വീട്ടിലെത്തിയിട്ട് ഇനി സിലിണ്ടർ കൂടി നമുക്ക് ഗ്യാസ് ഏജൻസിയിൽ കൊടുത്ത് ക്ലോസ് ചെയ്യണം. അതിനുള്ള പോക്കാണിപ്പോൾ. അങ്ങനെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ക്യാൻസൽ ചെയ്തു, റിട്ടേൺ ആക്കി. ഇനി അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. ഇനി നാളെ രാവിലെ ബാഗൊക്കെ എടുത്ത് അങ്ങനെ വീട്ടിലേക്ക് പോവാം. അതാണ് പരിപാടി. അങ്ങനെ നമ്മൾ പാഴ്സലൊക്കെ കൊടുത്തു. അപ്പോൾ അതാ ഗ്യാസ് കണക്ഷനും ക്ലോസ് ചെയ്തു. ഇനി ഇതാ ഈ കാണുന്ന ബാഗുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരെണ്ണം ബാക്കിലിടാനുള്ളതേ ഉള്ളൂ. അതും കൊണ്ട് നാളെ ഞങ്ങൾ തൃശ്ശൂർക്ക് പോവും. ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ ഉച്ചയ്ക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലങ്ങനെ കൈയും വീശിപ്പോവും. കുറച്ച് ബാഗുകളിലും കൊണ്ടുപോകാൻ. അപ്പോൾ അതും കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോവും. അങ്ങനെയാണ് ഇന്നത്തെ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഇപ്പോൾ വീട് ഫുള്ള് ബ്ലാങ്ക് ആയി, ഒന്നുമില്ല. അടുക്കളയൊക്കെ കാണണം. അടുക്കളയിലൊന്നുമില്ല. അടുക്കളയിലൊന്നുമില്ല. പിന്നെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി. എല്ലാതും പൂരി, ഫുൾ ബ്ലാങ്ക് ആയി. ഞങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഒരു ബുദ്ധനെ. അങ്ങനെയാണ് നമ്മുടെ ഷിഫ്റ്റിംഗ് പരിപാടികളൊക്കെ നടന്നത്. ഇനി ഞാൻ കുറച്ച് ഫുഡ് കഴിക്കട്ടെ. അമ്മ ചിക്കൻ പുലാവ് മേടിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഗ്യാസ് ഇല്ലല്ലോ ഒബ്വിയസ്ലി. എന്തായാലും ഇന്ന് രാത്രിക്കും നാളേക്കൊക്കെ ഫുഡ് പുറത്തുനിന്നാണ്. ഇവിടെ ടിഫിൻ കടയുണ്ട്. ടിഫിൻ കടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങിക്കുന്നത്. ഹോംലി ഫുഡ് തന്നെ അവർ കൊടുക്കും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഫുഡ് കഴിക്കട്ടെ.